ഹേ ജമനി, ഞാൻ 2 കോഴിമുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. മുട്ട ഉപയോഗിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടോ? ഓംലെറ്റ് ഉണ്ടാക്കിയാലോ? ഇപ്പൊ വേണ്ട, ഇതിന് രണ്ടിനും ഒരു പേരിട്ടെ, ഈ 2 കോഴിമുട്ടക്കും. തീർച്ചയായും. ഈ മുട്ടകൾക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, അതോ വെറുതെ പേരുകൾ മതിയോ? വെറുതെ പേരുകൾ മതി. ഓക്കെ, ഈ മുട്ടകൾക്ക് നമുക്ക് മൊട്ട എന്നും കുഞ്ഞൻ എന്നും പേരിടാം. രസകരമായ പേരുകളാണിവ. മുട്ടക്ക് മുട്ട തന്നെ ഇട്ടാൽ മോശമല്ലേ? വേറെ പേര് പറയും. കുഞ്ഞ കുഴപ്പമില്ല, കുഞ്ഞൻ. തീർച്ചയായും. മൊട്ട എന്ന പേര് രസകരമാണ് അല്ലേ? അതിനെ മുത്ത് എന്ന് വിളിച്ചാലോ? കുഞ്ഞൻ എന്ന പേരിനു പകരം തങ്ക എന്നായാലോ? ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞേ ഈ 2 മുട്ടയുടെ പേര്. തീർച്ചയായും. മുത്ത്, തങ്ക എന്നിവയാണ് പേരുകൾ. ഈ പേരുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിലേതാണ് മുത്ത്, ഇതിലേതാണ് തങ്ക? നിങ്ങളുടെ ഇടതുവശത്തുള്ള മുട്ടയാണ് മുത്ത്, വലതുവശത്തുള്ള മുട്ടയാണ് തങ്ക. നീ ഒന്ന് വിളിച്ചേ, അവര് കേൾക്കുന്നുണ്ടോ നോക്കാം. മുത്തേ, തങ്കി, കേൾക്കുന്നുണ്ടോ? കേട്ട് കേട്ട്.